കൂട്ടുകാരെ, നിങ്ങളെ എല്ലാവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ യോഹന്നാൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളാകുന്നുവല്ലോ പരിചിന്തിച്ചത്. അതിൽ നമ്മൾ പഠിച്ചു, ആദിയിൽ എന്ന് പറഞ്ഞാൽ പ്രപഞ്ച സൃഷ്ടിയുടെ ആദിയിൽ എന്നതാണ്. പ്രപഞ്ച സൃഷ്ടിയുടെ ആരംഭം. വചനം എന്നത് യേശുവാണെന്നും യേശു ദൈവത്തോട് കൂടെ ആയിരുന്നു എന്നും എല്ലാം നമ്മൾ പരിചിന്തിച്ചു. ഇന്ന് നമ്മൾ അതിൻ്റെ 3, 4, 5 വാക്യങ്ങൾ ഒന്ന് പരിചിന്തിക്കാം. നമുക്ക് അതിൻ്റെ 3-ാം വാക്യം മുതൽ വായിക്കാം. ഇങ്ങനെ വായിക്കുന്നു: സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. അപ്പോൾ നമ്മൾ അവിടെ വായിക്കുന്നത് സകലവും അവൻ മുഖാന്തരം ഉളവായി എന്നതാണ്. ഇതിന് ഒരു നല്ല ഒത്തുവാക്യം ബൈബിളിൽ നമുക്ക് വായിക്കാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 15, 16 വാക്യങ്ങൾ നമുക്ക് ഒന്ന് വായിക്കാം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ. അപ്പോൾ എല്ലാം സൃഷ്ടിച്ചത് യേശു മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ വാക്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നത്. യേശു സകലത്തിനും മുമ്പേ ഉള്ളവനാണെന്നും നമ്മളിവിടെ വായിക്കുന്നു. അപ്പോൾ സകലവും അവൻ മുഖാന്തരം ഉളവായി എന്ന് പറയുന്നത്, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. യേശു മുഖാന്തരമാണ് എല്ലാം ഉളവായത്, എല്ലാം അവനായിട്ടുമാണ് ഉളവായത് എന്ന് ഈ വാക്യം നമ്മളെ മനസ്സിലാക്കിക്കുന്നു. അടുത്ത വാക്യം പറയുന്നു, അവനിൽ ജീവനുണ്ടായിരുന്നു. ജീവൻ എന്നത് എന്താണ്? പിതാവായ ദൈവം യേശു മുഖാന്തരം സകല സൃഷ്ടികളെയും സൃഷ്ടിച്ചു. അപ്പോൾ യേശുവാണ് ഇതിലെല്ലാം ജീവൻ പകർന്നത്. അപ്പോൾ യേശുവിൽ നിക്ഷിപ്തമായിരുന്ന ആ ജീവൻ എല്ലാ സൃഷ്ടികളിലും നൽകപ്പെട്ടു. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു എന്ന്. ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഈ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. സുഹൃത്തുക്കളെ, സൃഷ്ടിയുടെ ആരംഭത്തിൽ ആദാമിനെയും ഹവ്വായെയും ജീവൻ നൽകി പരിപൂർണതയിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. എന്നാൽ പിന്നീട് സാത്താൻ്റെ ആ പരീക്ഷണത്തിൽ അവർ അകപ്പെട്ട് അവർ പാപം ചെയ്തു. അതിൻ്റെ ഫലമായി അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അതോടുകൂടി മനുഷ്യരാശിക്ക് മൊത്തം ആ ജീവൻ പിതാവായ ദൈവം യേശു മുഖാന്തരം നമുക്ക് നൽകിയ ആ ജീവൻ നമ്മളിലെല്ലാം നഷ്ടപ്പെട്ട് നമ്മൾ മരണത്തിന് അധീനരായി. എന്നാൽ ഈ ജീവൻ വീണ്ടും നമുക്ക് തരുവാനായിട്ടാണ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു എന്ന്. നമ്മളിലെല്ലാം അധിവസിക്കുന്ന പാപചിന്തകൾ, പാപത്തിൻ്റെ ശമ്പളമായ മരണം, ഇതെല്ലാം നീക്കം ചെയ്യുമ്പോൾ നമ്മളിൽ വെളിച്ചം പകരും. അത് യേശു ക്രിസ്തുവിൻ്റെ വചനത്തിലുള്ള വിശ്വാസവും യേശു ക്രിസ്തുവിനെ ദൈവപുത്രനും നമ്മുടെ മനുഷ്യരാശിയുടെ രക്ഷിതാവുമായി നമ്മൾ സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മളിൽ വെളിച്ചം വന്നു കഴിഞ്ഞു. അതിനായിട്ട് നമുക്ക് യോഹന്നാൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കാം. അവിടെ ഇങ്ങനെ പറയുന്നു: ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമാണ് ആര്? യേശു. ഇനിയും യോഹന്നാൻ്റെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം കൂടെ നമുക്ക് ഒന്ന് പരിചിന്തിക്കാം. യോഹന്നാൻ്റെ പുസ്തകം 8:12. അവിടെ ഇങ്ങനെ വായിക്കുന്നു:
യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. അപ്പോൾ യേശുവിനെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കുകയില്ല, ജീവന്റെ വെളിച്ചമുള്ളവനാകും. അപ്പോൾ നമ്മൾ യേശുവിനെ അനുഗമിച്ചു കഴിയുമ്പോൾ നമ്മൾ പാപത്തിൻ്റെ അധീനതയിൽ നിന്ന് നമ്മളെ വിടുവിച്ച് വെളിച്ചമുള്ളവരായി തീരും. അതിനായിട്ടാണ് യേശു ഭൂമിയിൽ വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. അപ്പോൾ ഇരുട്ടുള്ളിടത്താണ് വെളിച്ചം പ്രകാശിപ്പിക്കുന്നത്, അല്ലേ? അപ്പം പാപികളായ നമ്മളെ രക്ഷിക്കുവാനായിട്ടാണ് ഈ വെളിച്ചം വന്നത്. അപ്പം പാപം എവിടെ ഉണ്ടോ, അന്ധകാരം എവിടെ ഉണ്ടോ അവിടെ എല്ലാം പ്രകാശിപ്പിക്കുവാനായിട്ടാണ് യേശു ഭൂമിയിൽ വന്നത്. ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല എന്ന് പറയുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. യേശുക്രിസ്തു ഭൂമിയിൽ വന്നു ഈ സാത്താന്യ ശക്തിയെ അല്ലെങ്കിൽ സാത്താനെ ജയിച്ച് ക്രൂശോളം പിതാവിന് അനുസരണമുള്ളവനായി നമുക്കെല്ലാവർക്കും രക്ഷ തന്ന് അവൻ ഉയർത്തെഴുന്നേറ്റു. നിത്യജീവനിലേക്ക് യേശു ക്രിസ്തു പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു. അങ്ങനെയാണ് ഇരുളിനെ യേശു ക്രിസ്തു ജയിച്ചത്. ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. അപ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മൾ എല്ലാവരും വെളിച്ചത്തിലേക്ക് വന്ന് നമ്മൾക്ക് അതിനെ ജയിക്കുവാൻ സാധിക്കും, ഇരുട്ടിനെ ജയിക്കുവാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്, വെളിച്ചമായി വന്നത് എന്നാണ് ഈ വാക്യങ്ങൾ നമ്മളെ മനസ്സിലാക്കിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ പഠനഭാഗം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം നമ്മൾ അതിൻ്റെ 6-7 വാക്യങ്ങൾ പരിചിന്തിക്കുന്നതായിരിക്കും. അതുവരെ കൂട്ടുകാരെല്ലാവരും മിടുമിടുക്കരായിരിക്കണം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.